നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സംസ്ഥാനത്ത് ഇന്ന് അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും നാളെ എറണാകുളത്തും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ടുമാണ് ഉള്ളത്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട്. കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾ 16-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വയനാട്ടിൽ കനത്ത മഴ. ജില്ലയിലെ 5 പഞ്ചായത്തുകളിലാണ് അതിതീവ്ര മഴ. വയനാട് ദുരന്തം നടന്ന മേപ്പാടി, മൂപ്പനാട് പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. കടച്ചിക്കുന്ന്, വടുവഞ്ചാൽ മേഖലകളിൽ 3 മണിക്കൂറിനിടെ 100 മില്ലിമീറ്റർ മഴ പെയ്തെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. കുറുമ്പാലക്കോട്ടയിൽ മലവെള്ളപ്പാച്ചലിന് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. മാധ്യമങ്ങൾക്കെതിരെ അപകീർത്തി കേസെടുക്കുമ്പോൾ ജാഗ്രത വേണമെന്ന് കേരള ഹൈക്കോടതി. മതിയായ തെളിവുകൾ, വസ്തുതകളുണ്ടെന്ന വിചാരണ കോടതികൾ ഉറപ്പുവരുത്തണമെന്നും അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം അറിയാനുള്ള ജനങ്ങളുടെ അവകാശവും ഹനിക്കപ്പെടുമെന്നും കോടതി നിരീക്ഷിച്ചു. മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള പ്രതിബന്ധം ജനാധിപത്യത്തിലേക്കല്ല, ജനക്കൂട്ടത്തിൻ്റെ ആധിപത്യത്തിലേക്കാണ് നയിക്കുകയെന്നും വാർത്ത നൽകാനുള്ള മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യവും വാർത്തകൾ അറിയാനുള്ള ജനങ്ങളുടെ അവകാശവും ജനാധിപത്യ രാജ്യത്ത് കൈകോർത്ത് പോകേണ്ടതാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ ഇന്നലത്തെ തെരച്ചിലിനിടെ സൂചിപ്പാറയ്ക്ക് താഴെ ആനടിക്കാപ്പിൽ നിന്ന് 2 ശരീരഭാഗങ്ങളും മുണ്ടേരി, ഇരുട്ടുകുഞ്ഞ്, ചാലിയാർ, കൊട്ടുപാറ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ശരീരഭാഗങ്ങളും കണ്ടെത്തി. സൂചിപ്പാറ മേഖലയിൽ ഇന്നലെ 7 സംഘങ്ങളായാണ് തെരച്ചിൽ നടത്തിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യാപകമായി പരിശോധന നടത്താനാണ് തീരുമാനം. ശരീരഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് കൽപ്പറ്റയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവ മോർച്ചറിയിലേക്ക് മാറ്റി DNA സാമ്പിളുകൾ പരിശോധിച്ച് മറ്റ് പരിശോധനകൾ കൂടി നടത്തും. തുടർന്നായിരിക്കും സംസ്കാരം. വയനാട് ദുരന്തത്തിലെ തിരിച്ചറിയാനാകാത്ത ശരീരങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും സംസ്കാരം പുത്തുമലയിൽ ഇന്നലെയും നടന്നു. ഓരോ പൂർണ്ണ ശരീര മൃതദേഹവും 3 ശരീരഭാഗവുമാണ് സംസ്കരിച്ചത്. തിരിച്ചറിയാനാവാത്ത 51 പൂർണ്ണ മൃതദേഹങ്ങളും 194 ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ പുത്തുമലയിൽ സംസ്കരിച്ചത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 124 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഉരുൾപൊട്ടൽ മേഖലയിൽ വിശദമായ പരിശോധന നടത്താൻ ഈ പ്രദേശങ്ങൾ ജനവാസയോഗ്യമാണോ എന്നറിയാനുമായി 6-അംഗ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസിലെ മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് ഉടൻ വയനാട്ടിലെത്തുക. ദുരന്തബാധിതരെ മാറ്റിപ്പാർപ്പിക്കാനായി സർക്കാർ പരിഗണിക്കുന്ന ഭൂമിയും സംഘം പരിശോധിക്കും. വയനാട് ഉരുൾപൊട്ടലിൽ മുന്നറിയിപ്പ് പ്രാധാന്യത്തോടെ എടുത്തില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്ന് മന്ത്രി MP രാജേഷ്. മുന്നറിയിപ്പ് കണക്കിലെടുത്ത് അവിടെ നിന്ന് 150ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവരോട് അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ചിലർ സ്വന്തം ഇഷ്ടപ്രകാരം ബന്ധുവീടുകളിലേക്ക് പോയി, മറ്റു ചിലർ അല്ലാതെയും പോയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ താൽക്കാലിക പുനരധിവാസത്തിനായി കൃത്യമായ പദ്ധതി തയ്യാറാക്കിയതായി റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. ദുരന്തത്തിൽപ്പെട്ടവരെ എവിടേക്കെങ്കിലും പറഞ്ഞേക്കുക എന്ന തരത്തിലല്ല പുനരധിവാസം നടത്തുന്നതെന്നും ശാസ്ത്രീയ പരിശോധന ഇതിനു വേണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് ദുരന്തത്തിൽപ്പെട്ട ചൂരൽമല ശാഖയിലെ ദുരന്തബാധിതരുടെ വായ്പകൾ കേരള ബാങ്ക് എഴുതിത്തള്ളി. വയനാട് മുണ്ടക്കയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും ഈട് നൽകിയ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളാനാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. വയനാട് ദുരന്ത മേഖലയിലെ 9 പേരുടെ വായ്പകളാണ് എഴുതിത്തള്ളാൻ പ്രാഥമിക പട്ടികയിലൂടെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ 50 ലക്ഷം രൂപ വരെയാണ് കേരള ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നിർത്തിവെച്ച ദൗത്യമാണ് ഏറെ അനിശ്ചിതത്വങ്ങൾക്കു ശേഷം വീണ്ടും പുനരാരംഭിക്കുന്നത്. ഉത്തര കന്നഡ ജില്ലാ കളക്ടർ, കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് തെരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ കുടുംബം. അർജുനെ 1 മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാതെ തെരച്ചിൽ അനിശ്ചിതമായി വൈകുന്നുവെന്നും 2 ദിവസത്തിനുള്ളിൽ തെരച്ചിൽ വീണ്ടും ആരംഭിച്ചില്ലെങ്കിൽ അർജുൻ്റെ കുടുംബം ഒന്നടങ്കം ഷിരൂരിലെത്തി പ്രതിഷേധം ആരംഭിക്കുമെന്നും അർജുൻ്റെ സഹോദരി ഭർത്താവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു.
സെബി ചെയർപേഴ്സൺ മാധവി ബൂച്ചിനെതിരെ വീണ്ടും ഹിഡൻബർഗ്. ഏത് അന്വേഷണത്തെയും നേരിടാൻ മാധവി തയ്യാറാകുമോ എന്നും സിംഗപ്പൂർ കമ്പനി ഇടപാട് നടത്തിയവരുടെ വിവരങ്ങൾ പുറത്തുവിടുമോ എന്നുമാണ് ചോദ്യം. റിപ്പോർട്ടിൽ ഉന്നയിച്ച വാദങ്ങളിൽ പലതും മാധവിയുടെ വിശദീകരണം സാധൂകരിക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. അദാനിക്ക് പങ്കാളിത്തമുള്ള നിഴൽ കമ്പനികളിൽ സെബി ചെയർപേഴ്സൺ മാധവി ബൂച്ചിന് നിക്ഷേപമുണ്ടായിരുന്നുവെന്നാണ് ഹിഡൻബർഗ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം നിഴൽ സ്ഥാപനങ്ങൾ ഏതെന്ന് കണ്ടെത്താൻ സെബിക്കായില്ലെന്ന് നേരത്തെ സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ നിഴൽ കമ്പനികളെക്കുറിച്ച് സെബി ചെയർപേഴ്സന് അറിവുണ്ടായിരുന്നുവെന്ന സൂചന ശക്തമാകുന്നത്. ഹിഡൻബർഗ് ആരോപണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി പോരാട്ടം ശക്തിപ്പെടുത്തുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വിഷയത്തിൽ ശക്തമായ സമ്മർദ്ദം ഉയർത്തും. സെബിക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉയർന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണെന്നും KC വേണുഗോപാൽ ആരോപിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ച് നിലവിൽ ആശങ്ക വേണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്നും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നതാണ് സർക്കാരിൻ്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡാം തുറക്കേണ്ടി വന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുമെന്നും ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട്ടിലെ ദുരന്ത മേഖലയിലെ ജനങ്ങൾക്കായി പുനരധിവാസമല്ല അധിവാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സിലുള്ളതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. അവർ ആഗ്രഹിക്കുന്ന പോലെ അപകടരഹിതമായൊരു ജീവിതം എങ്ങനെയാണ് സമ്മാനിക്കാൻ കഴിയുക എന്നതാണ് കേന്ദ്രം ആലോചിക്കുന്നത്. പുനരധിവാസം മാത്രമല്ല, അവരുടെ ഉപജീവനത്തിനു വേണ്ടി അടക്കമുള്ള കാര്യങ്ങളിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ കാണാതായവരുടെയും മരിച്ചവരുടെയും DNA ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇന്നലെ മുതൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. പൂർണ്ണമായി ഫലം 2 ദിവസത്തിനുള്ളിൽ ലഭ്യമാകും. ഇതോടെ കൂടുതൽ പേരെ തിരിച്ചറിയാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട്ടിലെ ദുരിതബാധിതരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ് ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. 4 ഘട്ടങ്ങളിലായാണ് പുനരധിവാസം തീരുമാനിച്ചിട്ടുള്ളത്. ബന്ധുവീട്ടിൽ പോകാൻ താൽപ്പര്യമുള്ളവർ, സ്വന്തം നിലയിൽ വാടക വീട്ടിലേക്ക് മാറുന്നവർ, സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമായി വാടക വീട്ടിലേക്ക് മാറുന്നവർ, സർക്കാർ സംവിധാനങ്ങളുടെ വാടക വീടുകൾ എന്നിങ്ങനെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.